ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയുടെ മുഖത്തടിച്ചിട്ടുള്ള ആ പരിപാടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പ്രണവ് ചെയ്യുന്നത്. അങ്ങനെ പാറുവിനോട് വന്ന് ഭക്ഷണം ചോദിക്കുകയാണ് വസുന്ധര. ഇതേ സമയം ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ മകൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുകയാണോ, ഓരോ ദിവസവും ഓരോന്നിങ്ങനെ മാറി മറിഞ്ഞും കൊണ്ടിരിക്കും. അത് എന്ന് വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കലും പട്ടിണി കിടക്കലും ഒന്നുമല്ല ഇവിടുത്തെ സാഹചര്യം എന്ന് ഇങ്ങനെ വസുന്ധര പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് പ്രണവ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പ്രണവിനെ കണ്ടവിടെ തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം അമ്മേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റായ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി എൻ്റെ ജീവിതത്തിൽ ഈ നശിച്ച പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ ആ ഫോട്ടോ വലിച്ചുടക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ആകെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തെറ്റായ തീരുമാനം എടുത്ത് ഞാൻ തന്നെ അത് തിരുത്തുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ശിവാനി എന്ന വൃത്തികെട്ട പെണ്ണ് എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോകൾ വലിച്ചെറിയുമ്പോൾ ഇവരൊക്കെ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. ഇതേ സമയം മോനെ എന്ന് പറഞ്ഞിട്ട് പാറുങ്ങനെ വിളിക്കുമ്പോൾ അമ്മേ, ഇന്നിവിടെ ഈ ഒരു സങ്കടത്തിൻ്റെ പേരിൽ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അമ്മ ഭക്ഷണം വെച്ചുണ്ടാക്കിയിട്ടില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ബെല്ലടി കേൾക്കുന്നു. അങ്ങനെ പ്രണവ് പുറത്തോട്ട് വരുന്നു. ഇത് പ്രണവല്ലേ? അതെ, പ്രണവ് ഓർഡർ ചെയ്ത ഭക്ഷണം ഇതാ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം പ്രണവിൻ്റെ കൈകളിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഉടൻ തന്നെ പ്രണവ് ഇവരുടെ അരികിലോട്ട് വന്നിട്ട് പറയാണ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് മറക്കണം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പിറകിൽ നിന്നും ഇങ്ങനെ ശിവാനിയെക്കുറിച്ചുള്ള ആ ഒരു ഇത് മറന്നില്ലേ എന്ന് നിധിക്ക് പറയാനും വയ്യ. അതിനിടയ്ക്ക് നിധിയോ തൻ്റെ അമ്മാവന് വന്ന് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിധി വിളിക്കുകയാണ്, പ്രണവ് നീ ഇങ്ങനെ കാര്യത്തിൽ പറയുന്നതാണ്, നിങ്ങൾ വായോ, ഭക്ഷണം കഴിക്കാൻ വായോ, ആവശ്യമില്ലാത്ത സംസാരം വേണ്ട എന്നും പറഞ്ഞിട്ട് പ്രണവ് ആ ഭക്ഷണവുമായി ടേബിളിലോട്ട് പോകാൻ കേട്ടോ. ഇതേ സമയം എല്ലാവരും പോകുന്നു. വസുന്ധരയും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കിട്ടുമെന്ന് വസുന്ധരയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ വസുന്ധരയും പ്രണവിൻ്റെ അരികത്ത് ചെല്ലാണ് കേട്ടോ. പിന്നീട് എല്ലാവരും ഇങ്ങനെ ടേബിളിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാവരും കസേര നീക്കിയിരിക്കുകയാണ്. ഇതേപോലെ വസുന്ധരയെ ഇരിക്കുകയാണ്. അങ്ങനെ വസുന്ധരയും പ്ലേറ്റ് നിവർത്തിയിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇവരിവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കണ്ട, ഇവരൊറ്റൊരുത്തിയാണ് എൻ്റെ ജീവിതം തകർത്തത്, ഇവരാണ് ശിവാനി എന്ന വൃത്തികെട്ട പെണ്ണിനെ എൻ്റെ ജീവിതത്തിലോട്ട് വലിച്ചഴിച്ചത്, അതുകൊണ്ട് ഇവരുള്ളിടത്ത് ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇവിടെ ആരും തന്നെ കഴിക്കില്ല, ഇവർ എണീറ്റ് പോട്ടെ എന്നും പറഞ്ഞ് പ്രണവ് അങ്ങ് ഒച്ചയെടുക്കുക കേട്ടോ. ഇതേ സമയം നിറകണ്ണുകളോടുകൂടി വസുന്ധര പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. നിങ്ങൾ പോകുന്നുണ്ടോ അതോ ഞാനുണ്ടോ, ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രണവ് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ എല്ലാവരും തലകുനിച്ച് നിൽക്കാൻ കേട്ടോ. ആർക്കും വസുന്ധരയെ ഇരുത്താൻ പറയാൻ തോന്നുന്നില്ല. വസുന്ധര ചെയ്ത പ്രവൃത്തിക്കുള്ള തിരിച്ചടിയാണ്. അങ്ങനെ വസുന്ധര എല്ലാവരുടെ മുന്നിൽ നിറകണ്ണുകളോടുകൂടി നോക്കിയതിന് ശേഷം വസുന്ധര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ സമയം പ്രണവ് പറയണേ, അമ്മേ, എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിൻ്റെ അന്ന് ഒരു പിടി ചോറ് നിങ്ങൾക്കെല്ലാവർക്കും തരണമെന്ന് ഞാൻ കരുതിയതായിരുന്നു, പക്ഷെ അതെനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ദിവസം ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ വിളമ്പിത്തരാമെന്ന് പറഞ്ഞിട്ട് പ്രണവ് തന്നെ എല്ലാ ഭക്ഷണവും എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ മതിയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നീട് പ്രണവ് കഴിക്കാനിരിക്കുന്നില്ല. അപ്പോൾ ഈ സമയം നിധി ചോദിക്കുക, പ്രണവ് നീ കഴിക്കുന്നില്ല? അപ്പോഴേക്കും ഗൗതമോ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ഗൗതമൻ അങ്ങ് ദേഷ്യം പിടിക്കണം, മര്യാദക്ക് ഇരിക്കടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തന്ന് നീ കഴിക്കാതിരിക്കുന്നു. അപ്പോഴേക്കും പാറു, മോനെ നീ കഴിക്കടാ എന്ന് പറയണം. അങ്ങനെ പ്രണവ് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി ഭക്ഷണങ്ങളെല്ലാം എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ പ്രണവിന് അത് ഗൗതം തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രണവിൻ്റെ ആ മുഖം കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം, പൊട്ടിക്കരഞ്ഞും കൊണ്ട് മനസ്സ് വിങ്ങിയും കൊണ്ട് കണ്ണുനീർ തുള്ളികൾ ചാടിയും കൊണ്ടാണ് എല്ലാവർക്കും എല്ലാതും ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ തുടക്കുന്നുണ്ട്. ഈ സമയം പ്രണവ് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഒരു ഉരുള വായിലോട്ട് കൊണ്ടുപോയി പ്രണവ് അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കാണുന്ന ഗൗതം, എന്താടാ നീ കാണിക്കുന്നത്, എന്തിനാടാ നീ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം എനിക്ക് അറിയില്ല, എൻ്റെ വിഷമം എനിക്ക് പോകുന്നില്ല അമ്മ, എൻ്റെ ജീവിതം എന്നാലും തകർന്നില്ല എന്ന് പറഞ്ഞ് പ്രണവ് കരയാൻ കേട്ടോ. ഈ സമയം വസുന്ധരയാണ് കാണിക്കുന്നത്. വസുന്ധരയാണെങ്കിലോ പഴയ ആ ഒരു കാര്യം ചിന്തിക്കുകയാണ്. പഴയ വസുന്ധരയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ അവഹേളന എനിക്കുണ്ടായിരുന്നോ, ഈ ഒറ്റപ്പെടുത്തലുണ്ടായിരുന്നോ, ഈ ആട്ടൽ എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ വസുന്ധരയുടെ ആ സീന് ഓർക്കാനായിട്ട്. ശിവാനി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് ശിവാനിയും വസുന്ധര ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നതും വസുന്ധര വരുന്നത് വരെ ആരും ഭക്ഷണത്തിൽ തൊടാതെ ഇരിക്കുന്ന ആ രംഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കാനായിട്ട്. എന്നിട്ട്
വസുന്ധര തന്നെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നിട്ട് തൻ്റെ മനസ്സാക്ഷിയോട് പറയണ ആ വൃത്തികെട്ടവൾ കാരണം, ആ ശിവാനി കാരണം ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു. എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലാതായി. ഞാൻ അവളെ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് നിധിയെ ഓടിക്കാനായിരുന്നു. എന്നാൽ നിധിയാണെങ്കിലോ അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു. ഇതിനൊക്കെ കാരണക്കാരി നിധി തന്നെ. ആ വൃത്തികെട്ടവൾ ശിവാനി എന്താണ് എന്നോട് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്? എന്തായാലും ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും നിധി. നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തുരത്തും. നീ സമാധാനത്തോടു കൂടി ജീവിക്കേണ്ട. നിനക്കൊരിക്കലും ഇവിടെ ജീവിക്കാൻ യാതൊരുവിധ സൗകര്യവും ഞാൻ ചെയ്യില്ല, അത് ഉറപ്പ് എന്നിങ്ങനെ വസുന്ധര മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പൊട്ടിക്കരഞ്ഞ പ്രണവ് സോഫയിലോട്ട് ചെന്നിരിക്കുകയാണ്. അങ്ങനെ പ്രണവ് ഇരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നിധിയും അതുപോലെ ഗൗതമും പാറുവൊക്കെ ചെന്നിട്ട്, എന്തിനാ പ്രണവ് നീ ഇങ്ങനെ ആലോചിക്കുന്നത് ചിന്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, എന്നാലും ഞാനൊരു പൊട്ടനായി പോയില്ലേ. 6 മാസം എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്ന് കരുതി ഇത്രത്തോളം അവൾ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ വൃത്തികെട്ടവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ മടുത്തു, എല്ലാം കൊണ്ടും മടുത്തു. ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട അമ്മേ, എനിക്ക് അവൾ വേണ്ട. ഇനി അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവാനിയുടെ ഒരു ഓർമ്മകളും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല, എല്ലാം നശിപ്പിച്ച് കളയണം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ, എന്താ നീ പറയുന്നത് പ്രണവ്? ഇപ്പോഴത്തെ ദേഷ്യത്തിൽ നിനക്ക് ശിവാനിയെ ദേഷ്യമായിരിക്കും, പക്ഷേ അഗ്നിസാക്ഷിയായി നീ താലി കെട്ടിയ പെണ്ണാണ് ശിവാനി. ഇപ്പോൾ അവൾ ചെയ്ത തെറ്റ് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിച്ചാൽ നീ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലേ? അത് കേട്ട പ്രണവ് പറയണേ, അത് ഏട്ടത്തിയുടെ തെറ്റ്. അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അറുത്തു മുറിച്ച് കളഞ്ഞു. അവളെന്ന ആ പെണ്ണിനെ ഓർക്കാൻ പോലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏത് ദുർബല നിമിഷത്തിലാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത് എന്ന് ആലോചിച്ച് എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നാണ്. അപ്പം നിധി പറയണം, അങ്ങനെയല്ല ഒരു താലിയുടെ മഹത്വം എന്ന് പറയുമ്പോഴേക്കും ഗൗതം നിധിയുടെ നേർക്ക് വിരൽ ചൂണ്ടാനിട്ട, നിർത്തി നിധി, നീ എന്തായി പറയുന്നത്? ഇത്രത്തോളം ആയിട്ടും നിനക്കൊന്നും പഠിച്ചില്ലേ? പ്രണവിൻ്റെ ജീവിതം നായ നക്കി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലപ്പുറമാണ് പ്രണവിൻ്റെ ജീവിതമായിരിക്കുന്നത്. അതൊക്കെ നീ കണ്ടില്ലേ? എന്നിട്ടും പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ എങ്ങനെ തുരത്താമെന്ന് ആലോചിക്കുമ്പോൾ നീ വീണ്ടും പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ ഏട്ടത്തി ആസ്പത്രിയിൽ വെച്ച് നിങ്ങളെല്ലാവരും കൂടിയിട്ട് ആ ഒരു കരാറിൽ ഒപ്പുവെച്ചത്? അതായത് അവൾ എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്നുള്ള ആ സമ്മതപത്രം നിങ്ങൾ ഒപ്പിടിയിച്ചത്. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയുന്നുണ്ട്, അത് ഇടിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവളെ ജയിലിൽ പറഞ്ഞയക്കാണ് വേണ്ടത്. അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ജയിൽ ശിക്ഷയായിരുന്നു. അത് കേൾക്കുന്ന നിധി പറയാണ്, അവൾക്ക് എൻ്റെ അമ്മാവൻ അവിടെ ജയിൽ ശിക്ഷ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ തെറ്റ് അവൾ തിരിച്ചറിഞ്ഞ് അവളൊരു നല്ല വ്യക്തിയായി നിൻ്റെ ജീവിതത്തിലോട്ട് വന്നാൽ നീ അവളെ തിരികെ എടുത്തൂടെ? അത് കേൾക്കുന്ന ഗൗതമിന് ദേഷ്യം പിടിക്കുകയാണ്. നിധി, നീ ഇനി ഒരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ഇനി ഈ വാക്ക് നീ പറയരുത്. പ്രണവിൻ്റെ ജീവിതത്തിൽ ശിവാനി എന്ന താടക ഇനി വേണ്ട. അവളെ ഈ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇനി ഇവിടെ വരാൻ പാടില്ലെന്ന് പറയണേട്ടോ. ഇതേ സമയം നിധി ആകെ സങ്കടത്തിലാവാണ്. ഈശ്വര, താൻ തൻ്റെ അമ്മാവിന് എന്ത് വാക്കാണ് താൻ കൊടുക്കുക? ഒരിക്കലും അവളെ ആ ജീവിതത്തിലോട്ട് കൊണ്ടുവരരുതെന്ന് താൻ ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ തൻ്റെ അമ്മാവൻ കാരണം തനിക്ക് അവളെ ഈശ്വരമംഗലത്തോട്ട് കയറ്റേണ്ട സ്ഥിതി. എന്നാൽ എല്ലാവരെയും വെറുപ്പിച്ചും കൊണ്ട് താൻ അത് ചെയ്താൽ തന്നെ താൻ അവിടെ ഒറ്റപ്പെടുമെന്ന് നിധിക്ക് മനസ്സിലാവേണ്ടേട്ടാ. അപ്പോൾ ഇനി നിധി ശ്രമിക്കുമെങ്കിലും ഗൗതം തടയിടും. ഗൗതം കാരണം തന്നെ നിധിക്ക് ശിവാനിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ ഇനി.